അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഞാൻ മറ്റേ നീലവേന ലോറിയിലെ കിളിയാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചില കോളേജിലൊക്കെ വരുന്നത് ലോറി ഈ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ലോറി ഓടിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ കിളിയാണ്. കിളി എന്ന് പറഞ്ഞാൽ മറ്റേ നസീർക്ക ഓടിക്കുന്ന ഈ പറയുന്ന ജഡായു എന്ന ലോറിയിലെ കിളിയാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇവരെ അല്ലേ, ഒരുപാട് ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു ആ ലോറിയിൽ ഇരിക്കാനും പോകാനൊക്കെ. അതൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ സമ്മതിച്ചു എന്നുള്ളതടുത്താണ് ഞങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കോളേജുകളിൽ കയറി ഇറങ്ങിയോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെന്ന സ്ഥലങ്ങളൊക്കെ കണ്ടന്റായി മാറിയതൊക്കെ അങ്ങനെയാണ്. അത് എല്ലാ ആർട്ടിസ്റ്റിനും കൂടി സഹകരിച്ചിട്ടാണ്. ഈ സഹകരണം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറിനോടാണ്. ചില സിനിമകളിലൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ച ആളുകൾ പ്രൊമോഷൻ വരുമ്പോൾ താരങ്ങളൊന്നും സഹകരിക്കുന്നില്ല. പക്ഷെ ശുക്രന്റെ സമയത്താണെങ്കിൽ എല്ലാ താരങ്ങളായാലും എല്ലാ പരിപാടിക്കും അറ്റൻഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിക്കാറുണ്ട് താരങ്ങളുടെ. നല്ലൊരു ചോദ്യം അതൊന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഈ സിനിമ എടുക്കാൻ വരുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞാനിപ്പോൾ എല്ലാ പ്രൊഡ്യൂസർമാരും ഇതായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളൊരു സിനിമ എടുക്കാൻ വരുന്നത് നമ്മുടെ ഒരു പാഷൻ കൊണ്ടോ ഒരാഗ്രഹമൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ഒരു വലിയ ബിസിനസ് കണ്ടുകൊണ്ടൊന്നും അല്ല. ഇപ്പോഴത്തെ സിനിമകളിലെ സാമ്പത്തിക മേഖല നിങ്ങൾക്കെല്ലാം അറിയാം. അതിനൊന്നും ഒളിച്ച് ഇവിടെ എല്ലാം ട്രാൻസ്പെറൻ്റ്, ഒന്നും പൊക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പൊക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തോട്ടേക്ക് ഞാൻ പോകുന്നത്. പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾ അത്രയും സ്ട്രെസ് എടുത്ത് ടെൻഷൻ എടുത്ത് അയാൾ ഇത്രയും ഒരു സന്നാഹം ഈ ഇതിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോഷനാണ്. അപ്പോൾ നിങ്ങളോട് അതാണ് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞതിൻ്റെ കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രൊമോഷൻ നടന്നു പോകുന്നത് തന്നെ. അല്ല, നമ്മളിവിടെ നിന്നും പരിധികളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ശരിയാണ്, അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്കിത് കഴിഞ്ഞാൽ അവരുടെ സിനിമയിൽ ജോയിൻ ചെയ്തെങ്കിലേ അവരുടെ ജോലി അവർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ഭാഗം കറക്റ്റാണ്. പക്ഷേ ഞാനത് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷനോടും ഇവിടുത്തെ ചേംബറിനോടും ഞാൻ പറയുകയാണ്, ഇതിനൊരു സ്കെഡ്യൂൾ ചെയ്യണം, ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് പ്രൊമോഷനും അഡ്വർടൈസ്മെൻ്റ് അത് ഒരു ബിസിനസ് നടക്കില്ല. അപ്പോൾ നമുക്ക് വേറൊരാളെ കൊണ്ടിരുത്താൻ പറ്റും. ഈ ചെയ്ത ആർട്ടിസ്റ്റുകളെയല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു സിനിമയത്, മലയാളികൾ ഏറ്റെടുത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ മറ്റ് സാങ്കേതിക നമ്മുടെ സംഘടനകൾ അത് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ സിനിമയ്ക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊന്നും ഇങ്ങനെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊമോഷൻ്റെ, ഞാൻ പറയുന്നത് 90s കാര്യം, ഞാൻ പറയുന്നത് 2000 കാര്യം ആവശ്യമില്ലായിരുന്നു. കാരണം അത്രയും ആൾക്കാർ കാത്തു നിന്ന സിനിമകൾ വരും. ഇന്നങ്ങനെയല്ല. സിനിമയ്ക്കുള്ളിൽ തന്നെ സിനിമകൾ കോമ്പറ്റീഷനാണ്. അപ്പം ആൾക്കാരുടെ ഇടയ്ക്കല്ല, സിനിമയ്ക്കുള്ളിൽ തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ പ്രൊമോഷൻ്റെ ഭാഗത്ത് ആർട്ടിസ്റ്റുകളുടെ സഹകരണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു നിയമപരമായി തന്നെ എന്തെങ്കിലും ചെയ്ത് അതൊരു ഇമ്പോർട്ടൻ്റ് ഏറിയാണത്. നമ്മൾ പടം എടുത്തു വെച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ എത്രയോ സിനിമകൾ നമുക്ക് അങ്ങനെയുള്ള പ്രൊമോഷൻ കിട്ടാതെ പരാജയത്തിൻ്റെ കുഴിയിൽ വീണ് പോയ എത്ര സിനിമകളുണ്ട്. ഒരുപക്ഷെ അവിടെയൊക്കെ കൈ പിടിക്കാവുന്നതായിരുന്നു. പക്ഷേ പറഞ്ഞതുപോലെ സഹകരണ ഇല്ലായ്മയിൽ നമുക്ക്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിനിമ അങ്ങനെയല്ല കേട്ടോ. ഇവരൊക്കെ രാവും പകലും ഈ ശുക്രൻ സിനിമയുടെ കൂടെ, ഞാൻ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാനിതിൻ്റെ തുടക്കം പോലുള്ള ഒരാളായതുകൊണ്ട് പറയുന്നത്, ഇപ്പോഴും ഇതിൻ്റെ അവസാന ഈ റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർ നമ്മുടെ തുടക്കം മുതൽ ഈ പ്രൊമോഷൻ ഇന്ന് വരെ, നാളെ തിയേറ്ററിലേക്ക് പോകും, നമ്മുടെ കൂടെ നിന്നവരാണ്. ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ, ഒരു സിൻസിയാരിറ്റി മറ്റുള്ളവർ ഏറ്റെടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. കണ്ടിട്ട് എന്താ തോന്നിയത്? അടിപൊളിയായി. നീ കണ്ടിട്ടില്ല? ഇനി എന്താ ചോദിക്കാൻ എനിക്കൊന്നും. ആ നീലക്കുയിലൊക്കെ എവിടെ? അലീക ക്വസ്റ്റ്യൻ ചോദിക്കാം.